ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടക്കം തുടക്കം വിസ്മയ മോഹൻലാൽ തുടക്കത്തിൽ കസറി എന്ന് തന്നെ പറയാം. അത് തിയേറ്ററിൽ തീ കോരിട്ട ഒരു അനുഭവം. കാരണം ഞാൻ പല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ കണ്ടു. ഇന്നലെ ഞാൻ വൈകിട്ട് 7:30 ഷോയ്ക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നത്. അപ്പോൾ രാവിലെ മുതൽ ഓരോരുത്തർ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. കാരണം പടത്തിനെ കുറിച്ചൊരു ചെറിയൊരു അവലോകനം നമുക്ക് കിട്ടണമല്ലോ. അന്നേരം നമ്മളിതൊക്കെ കണ്ടിട്ടാണ് പടം കാണാൻ പോയത്. പക്ഷെ പലരും ചിലരൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു, എങ്കിലും പലരും പറയണത് പല നെഗറ്റീവ് കമന്റുകളാണ് പറയുന്നത്. പക്ഷെ എനിക്ക് സിനിമ കണ്ടിട്ട് നെഗറ്റീവ് കമന്റ് ആയിട്ടൊന്നും പറയാൻ തോന്നിയില്ല കേട്ടോ. പറയാൻ തോന്നിയില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇത്രയും നാളുകൾക്കിടയിൽ നമ്മുടെ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 2018 കാര്യങ്ങളൊക്കെ എല്ലാത്തിനും നമ്മൾ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റുന്ന സിനിമയാണത്. എല്ലാതരം പ്രേക്ഷകരെയും നമ്മൾ അതിനകത്ത് പിടിച്ചിരുത്തും. ഇത് നമ്മൾ ഈ സിനിമ നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു അനക്കമില്ലാണ്ടിരുന്ന് കാണും. ഇന്റർവെല്ലിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ, ഞാൻ ചെറിയൊരു ചിപ്സ് കഴിക്കാനുണ്ടായാലും കയ്യിലുണ്ടായിരുന്നു. അത് കഴിക്കാൻ വരെ ടൈം കിട്ടിയില്ല. നമ്മൾ ഇതിനു മുമ്പും ചില സിനിമകൾ കണ്ടപ്പോൾ ഇത് തന്നെയായിരുന്നു അവസ്ഥ കേട്ടോ. ഈ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങിയ സിനിമകളൊക്കെ അങ്ങനെയാണ്. കാരണം ആ ബ്ലാസ്റ്റ്, പിന്നെ ജനനായകൻ, ഇതൊന്നും നമുക്ക് കണ്ട് തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതേമാതിരിയുള്ള ഇതായിരുന്നു. പക്ഷെ മലയാളത്തിൽ ഇത്ര ഇതായിട്ട് കണ്ടൊരു സിനിമയാണിത്. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സംവിധാനം ജൂഡ് ആന്റണി ജോസഫ് വളരെ മനോഹരമായിട്ട് കൈവരിച്ചിട്ടുണ്ട്. പുള്ളിയുടെ എല്ലാ കഴിവും ഇതിനകത്ത് എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ എന്തായാലും കാശ് വാരും എന്നുള്ളത് ഉറപ്പായി. പിന്നെ ഒരു പാട്ടാണ് നല്ല രീതിയിൽ എനിക്കാണ് ഇഷ്ടപ്പെട്ട പാട്ട്, ചിത്ര ചേച്ചി പാടിയ പാട്ട്. അത് നല്ലൊരു പാട്ടാണ്. നല്ല ആ പാട്ടിലൂടെയാണ് സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ വളരെ നല്ലൊരു ഇതാണ്. പിന്നെ ക്യാമറയ്ക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. അത് ഞാൻ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോൾ അഖിൽ ജോർജ്, ജോമോൻ ടി ജോൺ എന്ന് പറയുന്ന 2 പേരാണ് ക്യാമറ ആയിട്ട് ചെയ്തത്. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ സംഗീതം നമുക്ക് എടുത്തു പറയാത്തക്ക ഒരു കാര്യമാണെന്ന് പറയാൻ കാരണമുണ്ടല്ലോ. നമ്മൾ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഇതാണ്. അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരിത്. അത് ജാക്സ് ബിജോയാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ കാണിക്കും. നിങ്ങളതൊക്കെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. വളരെ നല്ല ഇതാണ്. ഞാൻ ഈ സിനിമ കണ്ടത്, ഞാനൊരു ചെറിയൊരു വീഡിയോ ഷോട്ട് വരെ ഞാൻ ഇട്ടായിരുന്നു. അങ്കമാലിക്കടുത്ത് മറ്റൂരുള്ള തിയേറ്ററിലാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യും. അത് നല്ലൊരു ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ആക്ഷൻ രംഗങ്ങൾ. വിസ്മയ മോഹൻലാൽ അവള് പഠിച്ചിരിക്കുന്നതല്ല, നമ്മൾ സാധാരണ കരാട്ടെ അല്ല, ഒരു തായ്ലൻഡിലുള്ള ഒരു ആയോധന കലയാണത്. മൂവായി തായ് എന്ന് പറയുന്ന ഒരു കല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബോക്സിങ്ങിലുള്ള മാതിരി കൈകൾ മാത്രം ഉപയോഗിച്ചുള്ള പരിപാടി അല്ലെന്നേ. ശരീരത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, പ്രതിരോധം തീർക്കണ ഒരു ഇതാണത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവർ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്തെന്ന് തന്നെ പറയാം നമുക്ക്. ആ സിനിമയിൽ അടി സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതേമാതിരി നമ്മൾ ഇത് ചെയ്യും. പിന്നെ അതുപോലെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണി പെരുമാറിന്റെ മോൻ ആശിഷ് ജോ ആന്റണി. ആകെ ഒരു ചെറിയൊരു ഡയലോഗ് അവനുള്ളൂ ആ സിനിമയിൽ. പക്ഷെ ആ ഡയലോഗ് അല്ലാത്ത സമയത്തുണ്ടല്ലോ അവൻ്റെ അഭിനയം, അവൻ സംസാരത്തിലൂടെ അല്ലാന്ന് അവൻ്റെ അഭിനയം പോകുന്നത് സിനിമയിൽ. അതാണ് നമ്മൾ കണ്ട ഒരു കാര്യം. ആ പടമായി അവനൊക്കെ ഉണ്ടല്ലോ, പയ്യനൊക്കെ നല്ല ഭാവിയുള്ള പയ്യനാ. കാരണം അതേപോലെ ഒരു നെഗറ്റീവ് റോളാണ് അവൻ ചെയ്തിരിക്കുന്നത്. വളരെ ഇതായിട്ടുള്ള റോള്. പിന്നെ അതുപോലെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും എടുത്തു പറയത്തക്ക ഒരു ഇതാണ്. മോഹൻലാൽ ഒരു കാമിയോ റോളിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചിലർ അതിനെപ്പറ്റി വളരെ പരിഹസിച്ച് പറയണം. കാരണം എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ആ സിനിമയുടെ കേന്ദ്ര കഥാപാത്രം ആ ഒരു റോളാണ്, മോഹൻലാലിൻ്റെ റോളാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. കാരണം ആ ആൾ വന്നതിന് ശേഷമാണ് സിനിമയിൽ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞാൻ ഇന്നലെ തിയേറ്ററിൽ ഞാനും വൈഫും കൂടി പോയി എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഞങ്ങൾക്ക് ഇരുന്നിട്ടുണ്ടല്ലോ, നമുക്ക് കൈയടിക്കാനുള്ള അവസരങ്ങളാണ് കൂടുതലുണ്ടായത്. വളരെ നല്ലൊരു ഇത്. കാരണം ത്രില്ലറാണ്. നമുക്കിങ്ങനെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഇത് ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവസാനത്ത് ക്ലൈമാക്സ് നമുക്കൊന്ന് ചിലപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റിയായിരിക്കും. കാരണം അത് പക്ഷെ എന്നാലും കറക്റ്റായിട്ടല്ല, എന്നാലും അത് അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ
സിനിമ അത്രയും നേരം പോലീസ് സ്റ്റേഷൻ സീനും അങ്ങനെയുള്ള സീനൊക്കെ ഉണ്ട് ഒരുപാട്. അത് അല്ലെങ്കിൽ അന്വേഷണമായിട്ടുള്ള നടക്കുന്ന സീനുകൾ കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെ നമുക്ക് കണ്ടിട്ടില്ല. നമ്മളവിടെ ഇരുത്തി ചിന്തിപ്പിക്കണം, അല്ലെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ വലിച്ച് അടുപ്പിക്കണം. ഈ ഇന്റർവെൽ ഒരു ടൈമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇതായിട്ട് തോന്നിയത്. അത് ആ 1 മണിക്കൂർ 10 മിനിറ്റ് ആയിരുന്നു ഇന്റർവെല്ലിന്റെ ടൈം കേട്ടോ. ആ ടൈമിൽ നമുക്ക് ഒരു ഇതിനു വേണ്ടി അത്ര സമയം 1 മണിക്കൂർ 10 മിനിറ്റ് പോയി എന്നുള്ളത് തോന്നിയില്ല എന്നുള്ളതാ. അതുപോലുള്ള ഒരു മേക്കിങ് വളരെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം ജൂഡ് ആന്റണി ജോസഫിനെ. പിന്നെ അതുപോലെ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവരെയും, വിസ്മയ മോഹൻലാലിനെ ഞാൻ അതേപോലെ തന്നെ. കാരണം അവള് ആദ്യത്തെ സിനിമയാണ്, വിസ്മയുടെ ആയാലും ആശിഷിന്റെ ആയാലും ആദ്യത്തെ സിനിമ. ആശിഷ് ചെറിയ റോളിൽ മറ്റേ ഒരു സിനിമയിൽ വന്നിരുന്നു, എന്നാലും അതല്ല, ഇത് ആദ്യത്തെ സിനിമയിൽ മുഴുനീള സിനിമയിലുണ്ടല്ലോ അവര് രണ്ടുപേരും നമ്മളെ അതിശയിപ്പിക്കണ റോളുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പൊ ഞാൻ സിനിമ കണ്ടിട്ട് ഒരു 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ പറ്റില്ലല്ലോ, കാരണം അതുപോലെ തന്നെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Mierda.